അപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത് ഈ വിവരങ്ങൾ ചോരുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ താങ്കൾ പറഞ്ഞു താങ്കളുള്ള സമയത്ത് അല്ലെങ്കിൽ തുടക്കം മുതലേ ഉള്ള സീസണുകളിലൊക്കെ ഈ സംഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഇത് കുറച്ചുകൂടി ഈ വലിയ തരത്തിൽ വന്നത് ഈ സീസണിലാണ് എന്ന് തോന്നിയിട്ടുണ്ടോ? ഈ വിവരങ്ങൾ കൂടുതലായി ആളുകളിലേക്ക് നേരത്തെ എത്തുന്നത് അത് തോന്നിയിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ്? പിന്നെ ഒരുപക്ഷെ ഈ സോഷ്യൽ മീഡിയയുടെ സ്വാധീനം നാൾക്ക് നാളിങ്ങനെ കൂടിക്കൂടി വരുന്നത് കൊണ്ടും ആകാം. ശരി, ഓക്കെ. അപ്പോൾ താങ്കൾ ഈ വർഷത്തെ ബിഗ് ബോസ് ഒക്കെ അല്ലെങ്കിൽ ഈ സീസൺ ബിഗ് ബോസ് ഒക്കെ സ്ഥിരമായി കാണുന്ന ഒരാളാണോ? മിക്കവാറും ഒക്കെ കാണുന്നുണ്ട്. ശരി, എന്തായാലും ഫിനാലിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ താങ്കളുടെ ഒരു പ്രതീക്ഷ എന്താണ്? ഈ ആര് വിൻ ചെയ്യും എന്ന് താങ്കൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? ഒരാളെ പേര് പറയാൻ ചോദിച്ചാൽ പറയാൻ പറ്റുമോ? അല്ല, അങ്ങനെ പിന്നെ പറയുന്നത് ശരിയല്ലല്ലോ. ഞാൻ പറയുന്നത് അതൊരു ഔചിത്യമില്ലായ്മയുണ്ട്. അതുകൊണ്ട് അത് അവരുടെ ഗെയിമാണ്, അവർ കളിച്ച് ജയിക്കട്ടെ. ഇപ്പം ഞാൻ അകത്ത് പോയപ്പോഴും പിന്നെ ആർക്കും ഒരു എന്താ പറയുന്ന ഒരു മേൽക്കൈ കൊടുക്കുന്ന രീതിയിലൊന്നും സംസാരിക്കുകയോ അങ്ങനെയുള്ള കാര്യമൊന്നും ചെയ്തിട്ടില്ല. കാര്യം അതൊരു ഗെയിമാണ്. ആ ഗെയിമിനെ അതിൻ്റെ വഴിക്ക് തന്നെ ഒഴുകാൻ വിടുന്നതാണ് അതിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യം എന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. ഈ നമ്മൾ ഈ തുടക്കം മുതലേ ഈ സീസണുമായി ബന്ധപ്പെട്ട് കേട്ടൊരു കാര്യമാണ്, കൂടുതലും അർഹതയില്ലാത്തവരാണ് അവിടെ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഇതുവരെ നടന്ന സീസൺ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ മോശം വന്നൊരു സീസണാണ് ഇത് എന്നുള്ളൊരു വിമർശനങ്ങളൊക്കെ പൊതുവെ ഈ സീസണുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു. അത് ആളുകൾ എല്ലാ തവണയും പറയുന്നത് പോലെ വീണ്ടും പറയുകയാണോ? താങ്കളുടെ അഭിപ്രായം എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട ഈ അർഹതയില്ലാത്തവർ വോട്ട് കൊണ്ട് മാത്രം നിൽക്കുന്നു എന്നൊരു അഭിപ്രായം താങ്കൾ? അത് എല്ലാ പ്രാവശ്യവും അങ്ങനെയാണല്ലോ. നമ്മളിപ്പോൾ ഒരു കളി ജയിച്ചു കഴിയുമ്പോൾ ഓപ്പോസിറ്റ് ടീം പറയും ഇത് കള്ളക്കളിയായിരുന്നു, പിന്നെ റെഫറി അവരുടെ കൂടെ ആയിരുന്നു, പിന്നെ ഫൗള് കാണിച്ചതൊന്നും അവർ പിന്നെ ഫൗള് വിളിച്ചില്ല, അങ്ങനെയുള്ള ആരോപണങ്ങൾ സ്വാഭാവികമായും ഉണ്ടാകും. അത് ഓരോ ഔട്ടാകുന്ന കണ്ടസ്റ്റന്റിനെ ഇഷ്ടപ്പെടുന്നവരും അവർ പറയും അത് പിന്നെ കള്ളക്കളിയായിരുന്നു, അത് ശരിയല്ല, അത് ചെയ്തത് ജസ്റ്റിസ് അല്ല, അങ്ങനെയൊക്കെ പറയാം. അത് സ്വാഭാവികമായും ഇതിൻ്റെ കൂട്ടത്തിലുള്ളതാണ്. അത് നിരന്തരമായി വരുന്നതാണ്. ഇനിയുള്ള സീസണുകളിൽ അത് തുടർന്നുകൊണ്ടേയിരിക്കും. അതിനകത്ത് യാതൊരു മാറ്റവും വരാൻ പോകുന്നില്ല. ഇപ്പോൾ നമ്മൾ പൊതുവേ കാണുന്ന ഒരു കാര്യമുണ്ട്, ഇപ്പോൾ വിന്നർ ആരാണ് എന്നുള്ളത് അറിയാനാണ് പൊതുവേ ആളുകൾക്ക് താല്പര്യമുണ്ട്. ഈ ഫിനാലിലേക്ക് അടുക്കുന്ന സമയത്ത് ആരായിരിക്കും വിന്നർ എന്ന് കാത്തിരിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട്. പക്ഷേ വിന്നർ ആരാണെന്ന് പോലും, അല്ലെങ്കിൽ അവർ കിരീടം ചൂടി നിൽക്കുന്ന ഫോട്ടോകൾ പോലും അതിന് മുൻപ് അല്ലെങ്കിൽ മണിക്കൂറുകൾക്ക് മുൻപ് അല്ലെങ്കിൽ ഒരു ദിവസം മുൻപ് ആളുകളിലേക്ക് എത്തുന്നൊരു കാഴ്ചയുണ്ട്. അതൊക്കെ എത്രമാത്രം ഈ ഷോയെ ബാധിക്കുന്നു എന്നാണ് താങ്കൾ കരുതുന്നത്? അല്ലെങ്കിൽ ഇതൊന്നും നെവർ മൈൻഡ് എന്ന് കരുതി മുന്നോട്ട് പോകാവുന്നതേ ഉള്ളൂ? അല്ല, ഫിനാലേക്ക് അത് വരാൻ സാധ്യതയില്ല. കാര്യം ഫിനാലെ ലൈവാണ്. അല്ല, ഉണ്ട്. കഴിഞ്ഞ വർഷം അതിന് മുൻപത്തെ വർഷവും ഒക്കെ അത്തരം സംഭവങ്ങളുണ്ട്. ഇല്ല എന്ന് പറഞ്ഞാൽ സമ്മതിക്കാൻ സാധിക്കില്ല. കാരണം നമ്മളൊക്കെ നേരത്തെ അറിയുന്നുണ്ട് ആരാണ് വിന്നർ ആയത് എന്നുള്ള, അവരുടെ ഫോട്ടോകൾ അടക്കം വരുന്നുണ്ടായിരുന്നു. അത് വളരെ ചെറിയ ഒരു ഡിലേക്കകത്തേ വരുള്ളൂ. കാര്യം അവിടെ കുറേ പേര് വരുമല്ലോ ഫിനാലെയായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അവരവരുടെ ഫ്രണ്ട്സിനൊക്കെ ഫോട്ടോ അയച്ചു കൊടുക്കും അവിടെ നിൽക്കുന്നതിൻ്റെയൊക്കെ. അത് പക്ഷെ മണിക്കൂറുകൾക്ക് ഉള്ള വ്യത്യാസത്തിലേ സംഭവിക്കുകയുള്ളൂ. അത് ഒരുപാട് മണിക്കൂറും വരില്ല, കുറച്ച് ടൈമേ ഉള്ളൂ. അത് റിസ്ക് ആണ്, അത് എടുത്തേ പറ്റുള്ളൂ. ഈ ഫിനാലയോട് അടുത്തുള്ള ദിവസങ്ങളൊക്കെ പോലെ അല്ല ഫിനാലെ. പറഞ്ഞോളൂ. ഇപ്പൊ പിന്നെ ഈ ഒക്കെ ഉള്ളത് കൊണ്ട് അകത്ത് നിൽക്കുന്നതൊക്കെ ഇഷ്ടം പോലെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിലൊന്നും നമുക്ക് ശ്രദ്ധ കൊടുക്കേണ്ട കാര്യമില്ല. ശരി, ഈ രഹസ്യങ്ങളൊക്കെ ചോർത്താൻ ഏറ്റവും കൂടുതൽ താല്പര്യം കാണിക്കുന്ന കുറച്ച് ഈ സമയമാണ് ഇപ്പോൾ കടന്നു പോകുന്നതല്ലേ? കാരണം ഫിനാലയിലൂടെ അടുക്കുമ്പോൾ ആയിരിക്കും കൂടുതലായിട്ട് ഇനി എന്ത് സംഭവിക്കും, എന്താണ് അവിടെ നടക്കാൻ പോകുന്നതെന്ന് ആളുകൾക്ക് കൂടുതലായിട്ട് അറിയാനും അത് ആളുകളിലേക്ക് ആദ്യം എത്തിക്കാൻ വേണ്ടി ചില ഓൺലൈൻ മാധ്യമങ്ങളായാലും ചില ആളുകളായാലും ഒക്കെ താല്പര്യം കാണിക്കുന്നത് ഇനി വരാൻ പോകുന്ന ദിവസങ്ങളായിരിക്കും അല്ലേ? അതെ, അതിനുള്ള മേളാങ്കം ഇപ്പൊ അതിനകത്ത് നടക്കുന്നുണ്ട്. കാരണം ഏതാണ്ട് ഈ ഫിനാലെ അടുത്ത് വരുന്നത് കൊണ്ട് ഒരു കണ്ടസ്റ്റൻസും അങ്ങോട്ടും ഇങ്ങോട്ടും അമ്പിനും വില്ലിനും വിട്ടുകൊടുക്കാതെ
പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അത് അങ്ങനെ തന്നെ ഇരുന്ന് കാണുന്നതാണ് അതിൻ്റെ രസം. അതിൻ്റെ സസ്പെൻസ് ബ്രേക്ക് ചെയ്യുന്ന ഏരിയ നമ്മൾ നോക്കാതിരിക്കുക. അപ്പം നമുക്ക് കിട്ടേണ്ട രസം നമ്മളെന്തിനു നഷ്ടപ്പെടുത്തണം? നമ്മുടെ രസത്തിനെ കൊല്ലേണ്ട കാര്യമില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഞാൻ അങ്ങനെ റിവ്യൂസ് പോയി നോക്കാറില്ല. അത് വേറെ കുറേ റിവ്യൂവേഴ്സിനെ പറഞ്ഞപ്പോൾ എനിക്ക് അറിയില്ല. അപ്പോൾ എനിക്ക് പിന്നെ സ്ക്രീൻഷോട്ടൊക്കെ അയച്ച് തന്ന് ലിങ്ക് അയച്ചു തന്നിട്ടാണ് ഞാനത് കണ്ടു നോക്കിയത്. ഇപ്പം താങ്കൾ കഴിഞ്ഞ എപ്പിസോഡ് എന്റെ സസ്പെൻസ് ബ്രേക്ക് ചെയ്യണം, ഞാനിത് രസിച്ച് കാണാനിരിക്കുന്ന ആളാണ്. താങ്കൾ ഉണ്ടായിരുന്ന ആ സീസൺ ആണോ അതിനുശേഷം വന്ന സീസൺ ആണോ കൂടുതൽ ഇഷ്ടപ്പെട്ടത്? അതെങ്ങനെ അങ്ങനെ പറഞ്ഞാൽ എന്ത് മറുപടി പറയും? അതൊരു ഒന്നാമത് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കേണ്ട ആവശ്യമില്ല, അതിനൊരു മറുപടിയും ഇല്ല എന്നുള്ളത്. ഞാനുണ്ടായിരുന്ന സീസണാണോ അതിനുശേഷം വന്ന സീസണാണോ നല്ലത് എന്നുള്ളതിന് ഞാൻ എങ്ങനെ മറുപടി പറയും? അത് കണ്ടിരുന്ന മനുഷ്യരാണ് അതിന് മറുപടി പറയേണ്ടത്. എന്നാലും തോന്നില്ലേ കുറച്ച് എനർജറ്റിക് ആണ് എന്ന് തോന്നില്ലേ അത്? ഏത്? അല്ല, ഞാൻ ഉണ്ടായിരുന്നതിനേക്കാൾ കുറച്ചും കൂടി അടിപൊളിയായിട്ട് ഈ സീസൺ പോകുന്നുണ്ട്, അല്ലെങ്കിൽ അത് കുറച്ചും കൂടെ രസം, ആളുകളൊക്കെ കൊള്ളാമല്ലോ എന്നൊക്കെ നമുക്ക് തോന്നില്ലേ സോയ? അതാണ് ഞാൻ ചോദിച്ചത്. പിന്നെ തീർച്ചയായും ഇത് ഇങ്ങനെ എന്തെങ്കിലും ഞാൻ പറഞ്ഞിട്ട് വേണം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കണ്ടസ്റ്റൻസ് എല്ലാം കൂടെ എന്നെ ഫോൺ വിളിച്ച് കൊല്ലാൻ. കാരണം അവരെല്ലാം ഇപ്പൊ സുഹൃത്തുക്കളാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു വാക്കേ പറഞ്ഞിട്ടില്ല, നീ പറയത്തില്ല. ശരി, നമ്മൾ വിഷയത്തിലേക്ക് തന്നെ വരാം. ഇപ്പോൾ ഏറ്റവും പ്രധാനമായി നമ്മൾ പറഞ്ഞത് ഈ പ്രധാനപ്പെട്ട വിവരങ്ങളൊക്കെ, അവിടുത്തെ രഹസ്യങ്ങളൊക്കെ പുറത്തു പോകുന്നു എന്നതാണ്. അപ്പോൾ ഈ രഹസ്യം അത് പുറത്ത് വരാതിരിക്കാൻ ഇപ്പോൾ നൽകുന്ന ഈ മുന്നറിയിപ്പ് മതിയാകുമോ? താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഇല്ല, അത് മതിയായില്ല. ശക്തമായ നിയമ നടപടികൾ എടുത്ത് അവരെ മുന്നിൽ കൊണ്ടുവരിക, അവരുടെ പേരിൽ പിന്നെ നഷ്ടപരിഹാര കേസ് കൊടുക്കുക, പിന്നെ പൈറസിക്കുള്ള കേസസ് എടുക്കുക, അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങളിൽ ശക്തമായ നിയമ നടപടി എടുത്ത് അതിൽ നിന്ന് ഇപ്പോൾ ഈ ഷോ കഴിഞ്ഞാലും അതിൻ്റെ നിയമ നടപടികളിൽ നിന്ന് പിന്നോട്ട് പോകാതെ അവരാരാണെന്ന് കണ്ടുപിടിച്ച് അതിന് തക്കതായ പിന്നെ ഒരു പരിഹാരം കണ്ടെത്തി കൊടുക്കണം. ശിക്ഷ കൊടുക്കേണ്ടതാണെന്നുണ്ടെങ്കിൽ ശിക്ഷ കൊടുക്കണം. അതിനുള്ള നിയമങ്ങളെല്ലാം നമ്മുടെ രാജ്യത്തുണ്ട്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനി അടുത്ത് വരുന്ന സീസണുകളിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ വീക്കെൻഡ് എപ്പിസോഡൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഈ സെയിം ഡേ തന്നെ ഷൂട്ട് ചെയ്ത് കാണിച്ചാൽ ഒരു പരിധിവരെ ഇത്തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു പോകുന്നത് തടയാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നി ശ്രീ മോഹൻലാലിൻ്റെ ഒക്കെ സമയം അതായിരിക്കാമല്ലേ നേരത്തെ ഒരു ദിവസം മുന്നേ ഇതൊക്കെ ഷൂട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത്. അല്ല, ആ ഷോയ്ക്ക് ഒരു ഡിസൈൻ ഉണ്ട്. അതൊരു ഇന്റർനാഷണൽ ഷോയാണ്. അപ്പോൾ ആ ഷോ ഡിസൈൻ ചെയ്ത ആ ടീം അവരതിൻ്റെ ഷൂട്ടിംഗ് ബൈബിൾ എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് അണുവിട അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ കഴിയില്ല. കാര്യം അത് പേറ്റന്റഡ് ഷോയാണ്, കോപ്പിറൈറ്റ്സും ഒക്കെ ഉള്ള ഷോയാണ്. അപ്പോൾ അതിൽ നിന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അതാണ് അതിലെ ടെക്നിക്കൽ ഇഷ്യൂ. ശരി, താങ്കൾ അവിടെ മത്സരാർത്ഥി കൂടി ആയിരുന്നല്ലോ അവിടുത്തെ. അപ്പം ഈ ഹിന്ദി ബിഗ് ബോസ് ഒക്കെ പോലെ ഇവിടുത്തെ ടാസ്കുകൾ കുറച്ചും കൂടി കട്ടിയാക്കണം എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഉള്ളത് തന്നെ കൂടുതലാണ് എന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഈ ടാസ്കുകളുടെ കാഠിന്യം ഞങ്ങളുടെ സീസണ് ഭയങ്കര കുറവായിരുന്നു. പിന്നീടുള്ള സീസണുകളിലൊക്കെ വളരെ കടുകട്ടിയായിട്ടുള്ള ഒരുപാട് ടാസ്കുകൾ കൊടുത്തിരുന്നു. ഇപ്രാവശ്യം ശരിക്കും നല്ല കാഠിന്യമേറിയ ടാസ്കുകളാണ് കൊടുക്കുന്നത്. അപ്പം ഞാൻ ഇടയ്ക്ക് കളിയാക്കി പറയാറുണ്ട്, 2 ലോഡ് പാറ ഇറക്കിയിട്ട് ആ വെയിലത്തിരുത്തി ഇതിനെ ചെറിയ മെറ്റലായിട്ട് മാറ്റി കൊടുക്കണം, അങ്ങനെയുള്ള ടാസ്ക് ഒക്കെ കൊടുക്കണമെന്ന്. കാര്യം എന്തെങ്കിലും ഒരു ജോലി ചെയ്തുകൊണ്ടിരുന്ന വലിയ വഴക്കുണ്ടാകത്തില്ല അവിടെ. വെറുതെ ഇരിക്കുമ്പോഴാണ് ഈ വഴക്കിടാൻ തോന്നുന്നത്. ഇനി ബിഗ് ബോസ് കൂടട്ടെ. അതെ, ഇനി ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരം പുറത്തു പോവുകയാണെങ്കിൽ അതെന്തായിരിക്കും എന്നാണ് താങ്കൾ കരുതുന്നത്? എനിക്ക് ആ ചോദ്യത്തിന് ഉത്തരം അറിയില്ല. ശരി, അപ്പോൾ എവിക്ഷന്റെ സംഭവങ്ങളും ഒക്കെയാണ്. പിന്നെ ഇപ്പൊ അതിനകത്ത് ചില വഴക്കുകൾ നടക്കുമ്പോൾ അതെങ്ങനെ എൻഡ് ആയി കാണും എന്നൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു പോവാം. അത് ശരിക്കും സ്പോയിലർ അല്ലേ?
പിന്നെ തീർച്ചയായും അതാ ഞാൻ പറഞ്ഞു, ഇത് നമ്മൾ ഈ ഷോ കണ്ട് ഇഷ്ടപ്പെട്ട് കാണുന്നവരാണല്ലോ. ഇപ്പോൾ ഈ റിവ്യൂവേഴ്സും ഈ ധനസമ്പാദനം എന്നതിലുപരി അവരും ഇതിൻ്റെ ഫാൻസ് ആയതുകൊണ്ടാണല്ലോ ഇങ്ങനൊരു സാധനം റിവ്യൂ ചെയ്യാൻ എടുക്കുന്നത്. കാരണം വേറെ ഷോസ് ഒന്നും അങ്ങനെ റിവ്യൂ ചെയ്യാറില്ലല്ലോ ഈ റിവ്യൂവേഴ്സ്. അപ്പോൾ ഈ റിവ്യൂ ചെയ്യുന്നവരും അതിനകത്തൊരല്പം മിതത്വം കാണിച്ചത് നന്നായിരിക്കും. കാരണം ഇത്തരത്തിലുള്ള സസ്പെൻസുകൾ പുറത്തുവിട്ട് ആ ഷോയുടെ ഒരു മനോഹാരിത ഇല്ലാതാക്കി കളയരുത് എന്നാണ് എൻ്റെ അഭ്യർത്ഥന. ഇപ്പം കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് ഫിനാലയിലേക്ക് എത്തും, അല്ലെങ്കിൽ ആദ്യത്തെ 5-ൽ ഒരാളാകുമെന്ന് പ്രേക്ഷകർ കരുതുന്ന ഷാനവാസ് എന്നൊരു കണ്ടസ്റ്റന്റ്, അദ്ദേഹത്തിന് സുഖമില്ലാതെ അദ്ദേഹം പുറത്തേക്ക് പോകുന്നു, ഡോക്ടർമാർ അദ്ദേഹത്തെ പരിചരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം തിരിച്ചു വരുമോ ഇല്ലയോ? താങ്കൾ എന്താണ് കരുതുന്നത്? അതുമായി ബന്ധപ്പെട്ട് പല ചർച്ചകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. അദ്ദേഹം വരില്ല, അദ്ദേഹം തിരിച്ചു പോയിരിക്കുന്നു, അദ്ദേഹത്തെ പുറത്താക്കാൻ കാരണമായ മറ്റ് കണ്ടസ്റ്റന്റിനെ ബിഗ് ബോസ് പുറത്താക്കിയിരിക്കുന്നു എന്നൊക്കെ തുടങ്ങി പല ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? അദ്ദേഹം ഷാനവാസ് തിരിച്ചു വരുമോ ഇല്ലയോ? ഇത്തരത്തിലുള്ള ഈ ഊഹാപോഹങ്ങൾ വെച്ചൊരു ചർച്ച നടത്തുന്നത് ഭയങ്കര രസമാണ്. അത് ഗോസിപ്പിംഗ് ആണ്. അപ്പൊ നമ്മളങ്ങനെ കുറെ ഗോസിപ്പൊക്കെ പറയുമ്പോൾ ഓൺലൈനിൽ ഇരിക്കുന്ന ആളുകൾക്ക് ഒരു സന്തോഷം, അതൊരു രസമാണ് ഈ ബിഗ് ബോസ് ഷോയുടെ ഭാഗമായിട്ടുള്ള. പക്ഷെ ഈ പറഞ്ഞ പോലെ അതിൻ്റെ അകത്തുനിന്ന് രഹസ്യങ്ങൾ ചോർത്തി അത് പബ്ലിഷ് ചെയ്യുമ്പോഴാണ് പിന്നെ അതിന്റെ രസം പോകുന്നത്. ഇത്തരത്തിലുള്ള ചർച്ചകൾ ഇഷ്ടം പോലെ നടക്കട്ടെ. എന്തായാലും അപ്പോഴാണല്ലോ നമ്മൾ ഈ ഓഡിയൻസും ഈ ഷോയും തമ്മിൽ എൻഗേജ്ഡ് ആകുന്നത്. എന്തായാലും രഹസ്യങ്ങൾ അത് ചോരുന്നുണ്ട്, നിയമ നടപടി വേണം എന്ന് തന്നെയല്ലേ താങ്കളുടെ അഭിപ്രായം? അതെ അതെ തീർച്ചയായും. ശരി, വളരെ നന്ദി ശ്രീ സാബുമോൻ ഞങ്ങളോട് ഒപ്പം ചേർന്നതിന്. ബിഗ് ബോസ് വീട്ടിലെ രഹസ്യങ്ങൾ ചോരുന്നതുമായി ബന്ധപ്പെട്ടുള്ള താങ്കൾക്കറിയാവുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ പ്രേക്ഷകരുമായി പങ്കുവച്ചതിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്.